ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അക്വാപോണിക്സിൻ്റെ കൃഷിയിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഗതിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളെ വിത്തുകൾ നേരിട്ട് വിതച്ചിട്ട് ഇതുപോലെ മുളപ്പിക്കുന്ന ഒരു രീതി. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ചും ഈ മല്ലിയില അതുപോലെ തന്നെ പാലക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മുളപ്പിക്കാൻ മല്ലിയില പ്രത്യേകിച്ചും കുറച്ച് ഡിഫിക്കൽറ്റിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ അത് മുളച്ചു വരാനൊക്കെ വലിയ പാടായതുകൊണ്ട് ഇതിൽ നേരിട്ട് കൂട്ടത്തോടെ വിത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പരീക്ഷിച്ച് വിജയിച്ചതാണ്. ഈ അക്വാപോണിക്സ് ആകുമ്പോൾ അതിൽ കൂട്ടത്തോടെ വിത്ത് വിതച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് മുളച്ചു വരുന്നതായിട്ട്. അപ്പോൾ ഇത് അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത്. ഇത് ഇവിടെ നമ്മൾ പാലക്ക് ചീര അതുപോലെ തന്നെ മല്ലിയില സാദാ ചീരയൊക്കെ നേരിട്ട് വിത്ത് വിതച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ മുളച്ചു വരുന്നുണ്ട്. അപ്പോൾ അക്വാപോണിക്സിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തഡാണ് വിത്തുകൾ മുളപ്പിക്കാൻ. നല്ല സിമ്പിളാണ്, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്ക് ഫ്രീക്വൻ്റ്ലി ആയിട്ട് ഈ ഇറിഗേഷനൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് മുളച്ചു വരും. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റുള്ള പച്ചക്കറികളെല്ലാം ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇത് നമ്മൾ എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ടിനടുത്തുള്ള കുന്നമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു സബാദ് എന്ന് പറഞ്ഞ നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നുള്ളൂ. ഏകദേശം 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ഇങ്ങനെ ആയി വരുന്നുള്ളൂ. അപ്പോൾ മീനുകൾക്ക് ഏകദേശം ഒരു 2 മാസത്തെ ഗ്രോത്താണ്. അപ്പോൾ ഇതിൽ നമ്മൾ മീനുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള അസോള കാര്യങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരുപാട് മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. കുറഞ്ഞ സ്ഥലത്ത്, വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ഒരുപാട് കൃഷികളും ചെടികളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ നനച്ച് കൊടുക്കാനൊക്കെ ഇതിലത്തെ വെള്ളം എടുത്തിട്ട് ഡെയിലി നനച്ച് കൊടുക്കുമ്പോൾ തന്നെ ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നല്ല അടിപൊളി വെറൈറ്റി ചെടികളൊക്കെ വളർത്തുന്നുണ്ട്. ഈ ചെടികളൊക്കെ നമ്മൾ ഈ അക്വാപോണിക്സിൻ്റെ വെള്ളം ഉപയോഗപ്പെടുത്തിയിട്ട് അവർ നനച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല താല്പര്യമുള്ള ഒരാളെ സമയത്തോളം ഒരു ചെറിയൊരു അക്വാപോണിക്സിൻ്റെ യൂണിറ്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള ചെടികളും പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാനും വളർത്താനും അതുപോലെ തന്നെ മറ്റുള്ളതിനൊക്കെ നമുക്ക് ഇതിലുള്ള വെള്ളം കൂടെ ഉപയോഗപ്പെടുത്തിയാൽ മറ്റു വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. മറ്റുള്ള സംശയങ്ങൾക്ക്, അക്വാപോണിക്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അതുപോലെ തന്നെ ചെറിയ യൂണിറ്റുകൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.